കെ.എസ്.ആർ.ടി.സിയിൽ ഡ്രൈവർ വിഭാഗം ജീവനക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ എങ്ങനെ മുടക്കാം എന്നുള്ളതിനെക്കുറിച്ച് പണ്ടും വളരെ കൃത്യമായ രീതിയിലുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കെ.എസ്.ആർ.ടി.സിയിലെ ഡ്രൈവർ വിഭാഗം ജീവനക്കാർക്ക് ഒരു സ്കെയിൽ നഷ്ടമായിട്ടുണ്ട്. ഇപ്പം മറ്റൊരു വിഭാഗത്തിന് ഒരു സ്കെയിൽ അപ്ഗ്രഡേഷൻ നടത്തി കൊടുത്തപ്പോൾ ഡ്രൈവർ വിഭാഗത്തിന് നൽകിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഡ്രൈവർ വിഭാഗത്തിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കരാറിൽ ഇപ്പോൾ 20 ഡ്യൂട്ടി വരെ ചെയ്യുന്ന ഡ്രൈവർക്ക് ഒരു ഡ്യൂട്ടിക്ക് 50 രൂപ വെച്ച് 20 ഡ്യൂട്ടിക്ക് 1000 രൂപയും 21ാമത്തെ ഡ്യൂട്ടി മുതൽ 26ാമത്തെ ഡ്യൂട്ടി മുതൽ 100 രൂപ വെച്ച്, അതായത് 26 ഡ്യൂട്ടി ചെയ്താൽ 1600 രൂപയോളം ശമ്പളത്തിൽ ലഭ്യമായി കിട്ടത്തക്ക രീതിയിൽ ശമ്പള പരിഷ്കരണ കരാറിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മുൻ MD ആയിട്ടിരുന്ന ശ്രീ ബിജു പ്രഭാകർ, എനിക്ക് തോന്നുന്നത് ഡ്രൈവർമാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു നല്ല കാര്യം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് വിമർശനം മിസ്റ്റർ ബിജു പ്രഭാകരനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് ഇദ്ദേഹം ഇതൊരു ഉത്തരവായിട്ട് തന്നെ ഇറക്കി. ആ ഉത്തരവ് കോപ്പി നിങ്ങളെ ഞാൻ കാണിക്കാം. ഡ്രൈവർക്ക് ശമ്പളത്തിൽ എല്ലാ മാസവും ശമ്പളത്തിൽ ഈ ആനുകൂല്യം നൽകണം എന്നുള്ളതാണ്. ഇപ്പോൾ ഡ്രൈവർക്ക് ഈ ലഭിക്കേണ്ട ഈ ആനുകൂല്യത്തെ ശമ്പളത്തിൽ എല്ലാ മാസവും നൽകേണ്ട ഈ തുക നാളിതുവരെയായിട്ടും എനിക്ക് തോന്നുന്നത് 2021 ശേഷം ഇത് നൽകിയിട്ടില്ല. അപ്പോൾ ഇത് മുടങ്ങി കിടക്കുന്നു. ഈ മുടങ്ങി കിടക്കുന്ന പൈസ ഇന്ന് വരെ ലഭ്യമാക്കാനുള്ള മേൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു സംഘടന, ഡ്രൈവർമാരുടെ പേരിൽ കെ.എസ്.ആർ.ടി.സിയിലുള്ള ഡ്രൈവേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന സംഘടന തങ്ങളൊരു ലെറ്റർ കൊടുത്തു എന്ന് പറയുകയുണ്ടായി. ഏതായാലും 29/11 ഈ കേസ് വെൽഫെയർ അസോസിയേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇത് സംബന്ധിച്ച് സമീപിച്ചിരുന്നു. ആ കേസ് 2/12 എടുത്തു. ഇനി 14/1 അടുത്ത ജനുവരി 14-ാം തീയതിയിലേക്ക് ഈ കേസ് മാറ്റിയിട്ടുണ്ട്. 21/10 ഇത് സംബന്ധിച്ച് വെൽഫെയർ അസോസിയേഷൻ ബഹുമാനപ്പെട്ട CMDക്ക് ഒരു ലെറ്റർ അയക്കുകയുണ്ടായി. ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം കെ.എസ്.ആർ.ടി.സിയിൽ അടുത്ത ദിവസം ഒരു സമര നാടകം നടക്കുകയാണ്. അപ്പോൾ സമരങ്ങളെല്ലാം നാടകം തന്നെയാണ് എന്നുള്ളൊരു അഭിപ്രായം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും പ്രതിപക്ഷ അനുകൂല കോൺഗ്രസ് അനുകൂല സംഘടനയായിട്ടുള്ള TDF, അതിനകത്ത് ഈ ഡ്രൈവർമാരുടെ പേരിലുള്ള യൂണിയനുമുണ്ട്. അപ്പോൾ അവരുന്നയിച്ചിരിക്കുന്ന ഒരു ആവശ്യമായിട്ടാണ് ഡ്രൈവർമാരെ തടഞ്ഞു വെച്ചിരിക്കുന്ന പ്രത്യേക അലവൻസ് കുടിശ്ശിക അനുവദിക്കുക എന്നുള്ളത്. ഇത് ശമ്പള പരിഷ്കരണ കരാറിൽ ഒപ്പിട്ട യൂണിയനാണ് കേട്ടോ. ഇവർ കൂടി ഒപ്പിട്ട യൂണിയന് ഇതിന് രണ്ടാമത് പറയുന്നത് സർക്കാരിൽ നിന്ന് ഉത്തരവ് ഇറക്കുക. നിലവിൽ സർക്കാരിൽ നിന്ന് MD ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. കെ.എസ്.ആർ.ടി.സി MD ഉത്തരവ് ഇറക്കിയിട്ടുള്ള വിവരം പോലും അറിയാതെയാണ് ശമ്പള പരിഷ്കരണ കരാറിൽ ഒപ്പിട്ടു എന്ന് പറയപ്പെടുന്ന ഒരു സംഘടന ഇതിനെതിരായി സമരം നടത്തുന്നത്. എക്കാലവും ഡ്രൈവർമാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുക. ഇപ്പോൾ അത് ഡ്രൈവർമാരെ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ മെക്കാനിക്കുകളുടെ വർഷങ്ങളായി ഇവിടെ ഈ നൈറ്റ് അലവൻസ് കൊടുത്തിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുക. ആ തടഞ്ഞു വെച്ച ആനുകൂല്യങ്ങളെക്കുറിച്ച് അംഗീകാരമുള്ള സമയത്ത് മിണ്ടാതിരിക്കുക. അംഗീകാരത്തിന് ശേഷം ഇപ്പോൾ കെ.എസ്.ആർ.ടി.സിയിൽ റഫറൻഡം വരുന്നു. അപ്പോൾ ഡ്രൈവർമാരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഇത് നൽകണമെന്നുള്ള ആവശ്യവുമായി സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. 7 ആനുകൂല്യങ്ങൾ കിട്ടി എന്ന് പറയാമെന്നുള്ള ഒരു അലവൻസ് ഡ്രൈവർക്ക് കൊടുത്ത ഒരു പ്രത്യേക അലവൻസാണ്. ഡ്രൈവർക്ക് ഒരു മാസം 20 ഡ്യൂട്ടി ചെയ്യുന്ന ഡ്രൈവർക്ക് 1000 രൂപ, 50 രൂപ വെച്ചു. അതിൽ കൂടുതൽ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് 100 രൂപ വീതം അധികം. അതായത് പരമാവധി ഒരു മാസം ഒരു ഡ്രൈവർക്ക് ജോലി ചെയ്യുന്ന പണിയെടുക്കുന്ന ഡ്രൈവർക്ക് 1600 രൂപ ശമ്പളത്തോടൊപ്പം കൊടുക്കും. അലവൻസായി മാറ്റിയിട്ടാൽ അത് അവർക്ക് കിട്ടിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പോഴും നൈറ്റ് അലവൻസും മറ്റുമൊക്കെ കൊടുക്കാതിരിക്കുന്നവർ ശമ്പളത്തോളം പ്രതിമാസം. ഇവിടെ സ്കെയിൽ തർക്കവും മറ്റും ഉന്നയിക്കുന്ന ആളുകളുടെ ആവശ്യം അംഗീകരിച്ചാൽ പോലും ഒരു ഇൻക്രിമെൻ്റാണ് അവർക്ക് കിട്ടുന്നത് കൂടുതലായി 700 രൂപ. ഇവിടെ പണി ചെയ്യുന്ന ഒരു ഡ്രൈവർക്ക് 1600 രൂപ, അതിൻ്റെ ഇരട്ടി പൈസയാണ് അലവൻസായി മാറ്റിവെച്ചത്. കെ.എസ്.ആർ.ടി.സിയിൽ മറ്റൊരു വിഭാഗം ജീവനക്കാർക്കും പുതിയ അലവൻസ് തീരുമാനിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. 25-30 രൂപ മറ്റ് അലവൻസുകൾ തീരുമാനിച്ചിരിക്കുമ്പോൾ, മറ്റ് കാറ്റഗറികൾ തീരുമാനിച്ചിരിക്കുമ്പോൾ ഡ്രൈവർ അത് 1600 രൂപ പ്രത്യേക അലവൻസ് അംഗീകരിച്ചത് ഈ വാചകം പറയുന്ന നവമാധ്യമങ്ങളിലൂടെ പ്രസംഗിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരും ഒന്നുമല്ല. 3 അംഗീകൃത സംഘടനകൾ ഒരുപോലെ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ്, ഒരുപോലെ ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണെന്നുള്ളത് ഡ്രൈവർ സുഹൃത്തുക്കൾ മറക്കരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസ് ഇരിക്കുന്നതെന്ന് സമരം നടത്തുവാൻ വേണ്ടി പോകുന്ന ഡ്രൈവർമാരുടെ പേരിലുള്ള യൂണിയൻ നേതാക്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും നിങ്ങളിപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ കെ.എസ്.ആർ.ടി.സി സംബന്ധിച്ചുള്ള കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വരുമ്പോൾ അതിനെ സംബന്ധിച്ച് സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇവിടുത്തെ യൂണിയൻ നേതാക്കൾക്ക് ചോർത്തി കൊടുക്കുകയും, അപ്പോൾ അത് സംബന്ധിച്ച് വെൽഫെയർ അസോസിയേഷൻ കൊടുക്കുന്ന കേസാണെങ്കിൽ മുൻപേ ഒരു പ്രസ്താവന ഇറക്കിയിട്ടിരിക്കുക, ഞങ്ങളും കൂടി പറഞ്ഞിട്ടാണ് ഇത് ലഭ്യമാകാൻ തീരുമാനിച്ചതെന്നൊക്കെ പറയാനുള്ളൊരു മേനി നടിക്കാൻ വേണ്ടിയായിരിക്കാം. ഏതായാലും
നിലവിൽ ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. ശമ്പള കരാർ എന്നുള്ളത് KSRTC ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം ചതിയുടെയും വഞ്ചനയുടെയും പര്യായ പദമായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ 26 ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് അഡീഷണൽ ഒരു ഡ്യൂട്ടിക്ക് 50 രൂപ വെച്ച് 20 ഡ്യൂട്ടിക്ക് 1000 രൂപയും അത് പിന്നീട് വരുന്ന 6 ഡ്യൂട്ടിക്ക് 100 രൂപ വെച്ച് 1600 രൂപ ലഭ്യമാകേണ്ടത് ഇല്ലായ്മ ചെയ്തിരിക്കുന്നത്. ഏതായാലും സമരം നടത്തുവാൻ പോകുന്നവർ വളരെ നല്ല കാര്യം. പക്ഷേ ഈ ജീവനക്കാരെ വിഡ്ഢികളാക്കുന്ന നിലപാടിൽ നിന്നും ഇനിയും ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകളും അവയോടൊപ്പം നിൽക്കുന്ന ഡ്രൈവർമാരുടെ പേരിൽ ഉള്ള യൂണിയനും പിന്തിരിയണം എന്നാണ് വെൽഫെയർ അസോസിയേഷന് പറയാനുള്ളത്. Thank you.